നാളെയാണ് പൊതുദർശനം നടക്കുക. പൂങ്കുന്നത്തെ വസതിയിൽ വെച്ചാണ് പൊതുദർശനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദിലേക്ക് വരാം. എന്തു തന്നെയായാലും മലയാള സിനിമ ഗാന ലോകത്തെ സംബന്ധിച്ചിടത്തോളം തീരെ നഷ്ടമായി മാറുകയാണ് പി ജയചന്ദ്രൻ. ഏറെ മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. മലയാളത്തിലും മറ്റ് ഭാഷകളിലുമായി നിരവധി ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. മനോഹരമായ ശബ്ദത്തിനുടമ, ആ ഒരു വേറിട്ട ശബ്ദം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറെ പ്രത്യേകത. ഭാവഗായകൻ എന്നുള്ള വിശേഷണമായിരുന്നു അദ്ദേഹത്തിന് ആസ്വാദക ലോകം നൽകിയത്. അതിലേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾ എന്ന് പറയുന്നത് പ്രണയ വിരഹ ഗാനങ്ങൾ തന്നെയാണ്. ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി ഗാനങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, നാളെയാണ് പൊതുദർശനം നടക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 8 മണിയോട് കൂടി തന്നെ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൂങ്കുന്നത്തെ ഫ്ളാറ്റിലേക്ക് എത്തിക്കും. തുടർന്ന് രാവിലെ 10 മണി വരെ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലും അദ്ദേഹത്തിന് ദർശനമുണ്ടായിരിക്കുക. ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളും ഈ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലേക്ക് കൊണ്ട് അദ്ദേഹത്തെ കാണും. ശേഷം 10 മണി മുതൽ 12:30 വരെ റീജിയണൽ തൃശൂർ തിയേറ്ററിലായിരിക്കും പൊതുദർശനമുണ്ടായിരിക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ച് പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്ക് എത്തും. മറ്റന്നാൾ രാവിലെ 10 മണി വരെ ആയിരിക്കും പൂങ്കുന്നത്തെ തറവാട്ട് വീട്ടിൽ പൊതുദർശനം. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പറവൂർ എന്നകത്തുള്ള പാലിയത്തെ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് പറവൂർ ചേർന്നമംഗലത്തെ പാലിയത്തെ എറണാകുളത്തുള്ള ആനന്ദ് സൂചിപ്പിച്ചതുപോലെ നാളെ രാവിലെ 8 മണിക്ക് പൂങ്കുന്നത്തെ വസതിയിലാണ് പൊതുദർശനം ഉണ്ടാവുക. നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും പൊതുദർശനത്തിൽ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കും. ആനന്ദ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ആനന്ദ്, ഒരുപക്ഷെ മലയാള സംഗീത ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതത്തിന് തന്നെ തീരെ നഷ്ടമായി മാറുകയാണ് പി ജയചന്ദ്രൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. നമുക്കറിയാം, ഭാവഗായകൻ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. പ്രത്യേകിച്ചും നിരവധി ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദമാധുര്യം ഇപ്പോഴും ജനമനസ്സുകളിൽ, അല്ലെങ്കിൽ ഇനിയുള്ള ഒരുപക്ഷെ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോഴും ആ ഒരു ശബ്ദമാധുര്യം അതേപടി നിലനിൽക്കുന്നു എന്ന് വേണ്ടേ പറയാൻ? അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മലയാള സംഗീത സാഹിത്യം മാത്രമല്ല, ഈ രാജ്യത്തെ സംഗീത സാഹിത്യടക്കം ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ് പി ജയചന്ദ്രന്റെ വിയോഗം എന്ന് പറയുന്നത്. ഭാവഗായകൻ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു വിയോഗം തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്നത്. അത്തരത്തിൽ ഓരോ ആളുകളും അനുസ്മരിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മാത്രമാണ് പ്രായമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്, ആ സ്വരമാധുര്യത്തിന് ഒരിക്കലും പ്രായമായിട്ടില്ല. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പാടിയ പാട്ടുകൾ പോലും അത് അടയാളപ്പെടുത്തുന്നുണ്ട്, അത് ശരിവെക്കുന്നു. പല കാലഘട്ട ക്ലാസിക്കൽ സംഗീത സമയത്ത് അല്ലെങ്കിൽ ആ ക്ലാസിക്കൽ കാലഘട്ടം തൊട്ട് ഇന്ന് ഏറ്റവും പുതിയ തലമുറ സംഗീത സംവിധായകർക്കൊപ്പം അടക്കം പ്രവർത്തിച്ച ഒരു ഗായകനാണ്. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ആ തലത്തിലേക്ക് പ്രായം കൂടിയ അല്ലെങ്കിൽ അത്രയും അനുഭവസമ്പത്തുള്ള ആളാണ് തീർച്ചയായിട്ടും മലയാളം തന്നെയായ പി ജയചന്ദ്രൻ. ഭാവഗായകനെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് വിളിക്കാവുന്ന ആ ഒരു മഹാപ്രതിഭ വിയോഗം, അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തീർച്ചയായിട്ടും സജീവമില്ലാതെ കേരളത്തിന് പറയാനാവില്ല. ആനന്ദ, ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിലേറെ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികൾക്ക് മറക്കാനാവാത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദമാധുര്യത്തിൽ പിറന്ന നിരവധി ഗാനങ്ങൾ തന്നെയാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാം, മലയാളത്തിൻ്റെ വാനമ്പാടി KS ചിത്രയ്ക്കൊപ്പം പാടിയ നിരവധി ഡ്യുവറ്റ് ഗാനങ്ങൾ, അത് ഒരുപക്ഷെ ഇപ്പോഴും ജനമനസ്സുകളിൽ അങ്ങനെ തന്നെ ഒളിമങ്ങാതെ നിലകൊള്ളുകയാണ്. നിരവധി ഗാനങ്ങൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പലരും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഏതൊരു ഗാനവും അതിൻ്റെ ഗാനത്തിൻ്റെ ആ ഒരു വികാരത്തോടു കൂടി അദ്ദേഹം ആ ഒരു ഗാനം
അത് തൻ്റെ ആ സ്വരമാധുരിയിൽ അങ്ങ് പൂർത്തിയാക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ആ ഭാവഗായകൻ എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് ഇനി മറ്റൊരാൾ വരുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് പറയാനാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിന് പകരം വയ്ക്കാനായി മറ്റാരുമില്ല എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. എന്തു തന്നെയായാലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തെ പോലും അനുസ്മരിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം അതുതന്നെയാണ്, അദ്ദേഹത്തിന് പകരം വയ്ക്കാനായി ആരുമില്ല എന്നുള്ളൊരു കാര്യം. എന്തുതന്നെയായാലും മലയാള സംഗീത ലോകത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമായി മാറുകയാണ് പി ജയചന്ദ്രൻ്റെ ഈ ഒരു വിയോഗം എന്ന് പറയുന്നത്. നാളെ രാവിലെ പൊതുദർശനം പൂങ്കുന്നത്തെ വസതിയിൽ വെച്ച് നടക്കും. ആനന്ദാണ് വിവരങ്ങൾ നൽകി.